ഈ സ്നേഹത്തിന്റെ ശത്രുക്കളായ വഹാബികൾ മടവൂർ ശൈഖുന പഠിപ്പിച്ച, മമ്പുറം തങ്ങളുപ്പാപ്പ പഠിപ്പിച്ച, വടകര നൂറ് പഠിപ്പിച്ച ആ സ്നേഹത്തിന്റെ വഴികളിൽ നിന്ന് സമൂഹത്തിന്റെ മനതലങ്ങളെ മാറ്റി പാവപ്പെട്ട ഒന്നും അറിയാത്ത മുസ്ലിം ചെറുപ്പക്കാരെ ആഗോള ഭീകര പ്രസ്ഥാനമാകുന്ന ISIS-ലേക്ക് റിക്രൂട്ട്മെന്റ് ചെയ്തു വഹാബികൾ. ഈ പറഞ്ഞത് തെളിയിക്കാൻ ഈ കുബൂരിയെ ഞങ്ങൾ വെല്ലുവിളിക്കുന്നു. പടന്ന എന്ന് പറയുന്ന പ്രദേശത്തടുത്തുള്ള സ്ഥലത്താണ് ഞാൻ. പടനയിൽ നിന്ന് ചില ചെറുപ്പക്കാർ പോയിട്ടുണ്ട്. അതിനുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്തിയ ഉദ്യോഗസ്ഥന്മാർ അവിടെയുള്ള കേരള നെതുവത്തുൽ മുജാഹിദീന്റെ പള്ളിയിൽ നിന്ന് അനീഫ് മൗലവി എന്ന് പേരുള്ള ഒരു മൗലവിയെ അന്വേഷണ വിധേയമായി അദ്ദേഹത്തെ ചോദ്യം ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അവരുമായി യാതൊരു രീതിയിലെ ബന്ധവുമില്ല എന്ന് കൃത്യമായി പോലീസ് ഉദ്യോഗസ്ഥന്മാർ പറഞ്ഞതാണ്. പലരെയും അന്വേഷിച്ചിട്ടുണ്ട്. അവരുമായൊന്നും കേരള നെതുവത്തുൽ മുജാഹിദുമായോ അതല്ലെങ്കിൽ മർക്കസുദ്ദാവയുമായോ അതല്ലെങ്കിൽ വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷനുമായോ യാതൊരു രീതിയിലുള്ള ബന്ധവുമില്ല എന്ന് കൃത്യമായി കേരളക്കരയിലുള്ള എല്ലാ ആളുകൾക്കും അറിയാം. പക്ഷെ എന്നിട്ടും ആരോപിക്കുകയാണ് ഇതിനൊക്കെ റിക്രൂട്ട്മെന്റ് ചെയ്തത് സെലഫികളാണ് എന്ന്, ഇവിടെയുള്ള മുജാഹിദുകളാണ് എന്ന്. പാശ്ചാത്തോന്നിവാസമാണ് ഇവൻ പറയുന്നത്. ഇവനെ പോലെയുള്ള മുസ്ലിയാക്കന്മാരോട് പറയാനുള്ളത് എന്താണ് എന്ന് ഇവൻ തന്നെ പറഞ്ഞു തരും. അല്ലാഹുവിന്റെ ദീന് ഹഖായി പറഞ്ഞ ആളുകളെയും ആ ശരിയായ ദീനിന്റെ വാഹകരെയും ആരെയൊക്കെ നിങ്ങൾ ഇവിടെ വ്യാജന്മാരാക്കിയിട്ടുണ്ടോ, കള്ളന്മാരാക്കിയിട്ടുണ്ടോ, ആ പണി ഇവിടെ കേരളത്തിൽ നടക്കൂല. അതെ, നടക്കൂല. ഇനി ഇത് കുറെ കാലമായി നിന്നെ പോലെയുള്ള തലയിക്കെട്ടിട്ട് മൊല്ലാക്കമാർ പാവപ്പെട്ട ജനങ്ങളെ പലതും പറഞ്ഞു പറ്റിക്കുന്നത്. കേരളത്തിലുള്ള 3 സംഘടനകൾ, ആ 3 സംഘടനയിൽപ്പെട്ട ഏതെങ്കിലും പണ്ഡിതന്മാർ അവരുടെ പ്രഭാഷണത്തിലോ അവരുടെ ലേഖനത്തിലോ ISIS പോലെയുള്ള തമ്മാടിക്കൂട്ടത്തെ അനുകൂലിച്ചുകൊണ്ട് വല്ല ലേഖനവും എഴുതിയിട്ടുണ്ടെങ്കിൽ, അവർ വല്ല പ്രഭാഷണവും നടത്തിയിട്ടുണ്ടെങ്കിൽ ഒന്ന് കാണിക്ക്, എന്നിട്ട് നീ സംസാരിക്ക്. അതല്ലാതെ പച്ച നുണ പറയല്ല വേണ്ടത്. നിന്റെ ഒന്നും കള്ളത്തരം ഇനി കേരളത്തിന്റെ മണ്ണിൽ വില പോകില്ല. കേരളത്തിന്റെ മുക്കുമൂലകളിൽ ISIS എന്ന് പറയുന്ന തമ്മാടിക്കൂട്ടത്തിനെതിരെ ലഘുലേഖ ഇറക്കി വീടാന്തരം കയറിയിറങ്ങിയവർ വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷന്റെ പ്രവർത്തകരാണ്, സെലഫി പ്രബോധകരാണ്. ആ പ്രബോധനം നടത്തുന്ന പണ്ഡിതന്മാർക്കെതിരെ, പ്രബോധകർക്കെതിരെയാണ് ഈ പറയുന്ന തെറിയൂർ സക്കാഫിയെ പോലെയുള്ള കുബൂരി പുരോഹിതന്മാർ പച്ച നുണ പറഞ്ഞ് രംഗത്ത് വരുന്നത്. നമുക്കൊന്ന് പരിശോധിക്കാം ഇവിടെ ആഗോള തീവ്രവാദ സംഘടനയുമായി ആർക്കാണ് ബന്ധമുള്ളത് എന്ന്, അവർക്ക് വേണ്ടി ലേഖനങ്ങൾ എഴുതിയത് ആരാണ് എന്ന് നമുക്ക് പരിശോധിക്കാം. ഇപ്പോൾ നമ്മൾ സ്ക്രീനിൽ കാണുന്ന സെൻസിങ് എന്ന് പറയുന്ന പുസ്തകമാണ്. എന്താണ് അതിൽ എഴുതുന്നത്? ഉസാമ ബിൻ ലാദനെ കുറിച്ചാണ് എഴുതി വെച്ചിരുന്നത്. ഈ സെൻസിങ് ആരതാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. കനൽപദങ്ങളിലെ സിംഹം, മനസ്സിലായല്ലോ, കനൽപദങ്ങളിലെ സിംഹം. എന്നിട്ട് എന്താണ് എഴുതി വെച്ചിരുന്നത്? ഗാംഭീര്യമുറ്റിയ ശിരസ്, തലയിൽ പാണ്ഡിത്യത്തിന്റെ പ്രതീകമായ വാലൻ തലപ്പാവ്, നീണ്ട താടി, ചുണ്ടിൽ എളിമയുടെ പുഞ്ചിരി, ഒരേ സമയം ശത്രുക്കളെയും മിത്രങ്ങളെയും വേണ്ടതുപോലെ ഉൾക്കൊള്ളാനുള്ള മനസ്സ്. ആരെക്കുറിച്ച്? ഉസാമ ബിൻ ലാദനെ കുറിച്ച് എഴുതി വെച്ചതാണ്. പലതും അങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. അത് പൂർണ്ണമായി വായിക്കാൻ നമ്മളെ സമയം പോകും. കുറെ സാധനങ്ങൾ ഇവന്റെ നേരത്തെ പറഞ്ഞല്ലോ, ചിറ്റടിമീത്തൽ അബൂബക്കർ മുസ്ലിയാരെ കുറിച്ച്. അയാളൊക്കെ പച്ച വർഗീയവാദിയാണ് എന്നുള്ള ലേഖനമൊക്കെ വായിക്കാനുണ്ട്. കുറച്ച് കാര്യങ്ങളൊക്കെ വായിച്ചു തരാൻ തന്നെയാണ് തീരുമാനം. അപ്പൊ നമുക്ക് ബാക്കി നോക്കാം. അതിന്റെ ഈ പറയുന്ന ഇതിന്റെ തന്നെ തൊട്ട് താഴെ ഭാഗത്ത് എന്താണ് എഴുതിയിട്ടുള്ളത്? ഇവിടെയാണ് ഒരു വിപ്ലവകാരിയുടെ കഥ ആരംഭിക്കുന്നത്. ഉസാമ ബിൻ ലാദൻ വിപ്ലവകാരിയാണല്ലേ. കാരുണ്യ പ്രവർത്തനത്തിനിറങ്ങി പ്രതിരോധത്തിന്റെ മാർഗം സ്വീകരിക്കാൻ നിർബന്ധിതനായ ഒരു വിശ്വാസിയുടെ കഥ. മിഷണറി പ്രവർത്തനത്തിന് തലവേദന സൃഷ്ടിക്കുകയും അങ്കിൾ സാമിന്റെ ഉറക്കം കെടുത്തുകയും ചെയ്ത വിപ്ലവകാരിയുടെ ധീരതയുടെ കഥ. ആരെക്കുറിച്ച്? ഉസാമ ബിൻ ലാദൻ. കാന്തപുര ഉസ്താദിന് ശിഷ്യനാണെന്നൊക്കെ അവകാശപ്പെടുന്ന ഒരു വൃത്തികെട്ടവനുണ്ടല്ലോ, ഒരു ഇന്റർനാഷണൽ വേസ്റ്റ് ഉണ്ടല്ലോ, ആരിഫ് ഹുസൈൻ തെരുവത്ത്. അവൻ പറഞ്ഞു വെച്ച ഒരു കാര്യമുണ്ടല്ലോ, അവന്റെ മഹലിൽ ഉസാമ ബിൻ ലാദന് വേണ്ടി മയ്യത്ത് നിസ്കരിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അവനെ പോലെയുള്ള ആളുകൾക്ക് ഇതൊക്കെ തെളിവായി കൊണ്ടുവരാൻ വേണ്ടി പറ്റും. കുബൂരി ഈ രീതിയിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അതിന്റെ തൊട്ടടുത്ത പേജിൽ എന്താണ് പറയുന്നത്? കുറെ ലാസ്റ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ ആത്മീയതയിലേക്ക്, മക്ക മദീന പുണ്യ മസ്ജിദുകളുടെ കൺസ്ട്രക്ഷൻ പ്രവർത്തനം ഉസാമയുടെ ജീവിതത്തിലെ ഒരു വഴിത്തിരിവായിരുന്നു. അങ്ങനെ കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്. കുറെ കാര്യങ്ങൾ ഞാൻ വായിക്കുന്നില്ല, ഒരുപാട് കാര്യങ്ങൾ. നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ച് വായിച്ചു നോക്കൂ. നിരവധി കാര്യങ്ങൾ ഇവരുടെ സെൻസിങ് എന്ന് പറയുന്ന പുസ്തകത്തിൽ എഴുതി വെച്ചിട്ട്. ഇവരൊക്കെ അന്ന് ആ കൂടാരത്തിൽ തന്നെ ആയിരുന്നല്ലോ, ഇവരൊന്നും കയ്യൊയ്യാൻ പറ്റില്ലല്ലോ. ഇനിയും ഒരുപാട് ലേഖനങ്ങൾ ഇതുപോലെയുണ്ട്. അൽ ഇർഫാദ് മാസികയാണ് നമ്മളിപ്പോൾ സ്ക്രീനിൽ കാണുന്നത്. എന്താണ് ഇതിൽ പറയുന്നത്? ഉസാമ ബിൻ ലാദനെ കുറിച്ച് തന്നെയാണ്. ഉസാമ ബിൻ ലാദൻ ആരല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഉസാമയെ വെളുപ്പിക്കുകയാണ്. നിങ്ങളുടെ ചരിത്ര ഗവേഷകനുണ്ടല്ലോ,
ചരിത്രകാരൻ, അയാളാണ് എഴുതിയത്, ഹുസൈൻ രണ്ടത്താണി. എന്താണ് എഴുതുന്നത്? ഉസാമ ബിൻ ലാദൻ തന്നെയാണ് ലോകത്ത് ഇന്ന് ഏറ്റവും ശ്രദ്ധേയനായ വ്യക്തി. ചിലർക്ക് അദ്ദേഹം ശത്രുവാണ്, ചിലർക്ക് അദ്ദേഹം നായകനും. അമേരിക്ക അടക്കമുള്ള സാമ്രാജ്യത്വ ശക്തികൾ ഉസാമയെ കൊടും ഭീകരനായി മുദ്രകുത്തുന്നു. അതേസമയം സാമ്രാജ്യത്വ വിരുദ്ധർക്ക് അദ്ദേഹം ആരാധ്യനുമാണ്. മുസ്ലിം ബഹുജനം ഉസാമയിൽ തങ്ങളുടെ രക്ഷകനെ തേടുകയാണ്. മുസ്ലിം സമുദായം ഉസാമയിൽ രക്ഷകനെ തേടുകയാണ് എന്നൊക്കെയാണ് നിങ്ങളുടെ ചരിത്രകാരൻ എഴുതി വെച്ചിട്ടുള്ളത്. ഇനിയും ആ ലേഖനത്തിൽ നിരവധി കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇവിടെ വീഡിയോ ലെങ്ത് കൂടണ്ട എന്നത് കൊണ്ടും ഒരുപാട് കാര്യങ്ങൾ ഇനിയും കാണിക്കാനുള്ളത് കൊണ്ടും ഞാൻ അടുത്തതിലേക്ക് കടക്കുകയാണ്.